അദാനി സംഭൽ വിഷയങ്ങളിൽ ഇന്നും ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സി ജോസഫ് ചേരുകയാണ്. സിബി, വളരെ കൃത്യമായി തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട്, അദാനി വിഷയത്തിൽ ഒരു മറുപടിയില്ല, മറിച്ച് ഇന്നലെ കോൺഗ്രസിനെതിരെ പുതിയ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു BJP. ഇന്നെന്താണ് സഭയിൽ നടന്നത്? സിജു, ഇന്നിപ്പോൾ സഭയിൽ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. സഭ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം കോൺഗ്രസ് അടക്കമല്ലാതിനെയും ബഹളം വയ്ക്കുകയും, അതായത് പ്രതിഷേധം നടത്തുകയും ഇതിൽ ഈ അദാനി സംഭവ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. എന്തായാലും അപ്പോൾ തന്നെ സഭാ നടപടി 12 മണി വരെ നിർത്തിവെച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ലോക്സഭ 12 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നും പാർലമെന്റിലേക്ക് പ്രതിപക്ഷ MP മാർ എത്തിയത് ഈ അദാനി മോദി ബാന്ധവം ഉയർത്തിക്കൊണ്ടുള്ള പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു. അതുകൂടാതെ കോൺഗ്രസ് MP മാർ കറുത്ത മാസ്കും ധരിച്ചുകൊണ്ടാണ് എത്തിയത്. ഇന്നലെ കറുത്ത ജാക്കറ്റ് ധരിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം തന്നെ എത്തിയതെങ്കിൽ ഇന്നിപ്പോൾ കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ടാണ് പാർലമെന്റിലേക്ക് എത്തിയത്. പാർലമെന്റിന് പുറത്ത് ഇന്നും കവാടത്തെ എല്ലാ ദിവസവും രാവിലെ ഈ പാർലമെന്റ് നടപടിക്ക് മുന്നോടിയായി അവിടെ എല്ലാ ദിവസവും അദാനി വിഷയത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം നടത്തിയ ശേഷമാണ് പിന്നീട് പാർലമെന്റിലേക്ക് പ്രവേശിക്കുക. ഇന്നും ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്നലെ BJPയുടെ അംഗമായ നിഷികാന്ത് ദുബെ അടക്കമല്ലാതിനെയും രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതരമായ പരാമർശം ഉന്നയിക്കുകയും രാഹുൽ ഗാന്ധി വിദേശത്തടക്കമല്ലാതിനെയും പണം സ്വീകരിക്കുന്നു എന്നെല്ലാം തന്നെയും ചില ആരോപണം ഉയർത്തുന്നു. ഇതെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ പ്രതിപക്ഷ ബഹളത്തിനും പ്രതിഷേധത്തിനും കാരണമായി. ഇന്നലെയും ലോക്സഭ 2 തവണ നിർത്തിവെച്ച് പിന്നീട് 3 മണിക്ക് പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് അതിന് സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നും ലോക്സഭയിൽ വളരെ വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുകയും രാവിലെ ചേർന്ന ഉടൻ തന്നെ 12 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാജ്യസഭ തുടരുന്നുണ്ട്, ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. സിജു, ശരി. സി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അദാനി സംഭൽ വിഷയങ്ങളിൽ ഇന്നും ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം 12 മണി വരെ ലോക്സഭ നിർത്തിവെച്ചു.